ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൻറിക് ഹിബ്സന്റെ ഹെഡ ക്യാബ്ലർ എന്ന് പറഞ്ഞ പ്ലേ ആണ്. ഈ ഒരു പ്ലേയുടെ ക്യാരക്ടേഴ്സിലോട്ട് പോകുമ്പം ഫസ്റ്റ് മേജർ ക്യാരക്ടറായിട്ട് വരുന്നതാണ് ഹെഡ. ഹെഡ ക്യാബ്ലർ ആണ് ഈ ഒരു പ്ലേയുടെ പ്രൊട്ടഗോണിസ്റ്റ്. മാത്രമല്ല നല്ലൊരു മാനിപ്പുലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പേഴ്സണും കൂടിയാണ്. ഈ ഹെഡ ആങ്കി ബോൺ ചെയ്തത് ഒരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിലാണ്. പിന്നീട് വരുന്ന ക്യാരക്ടറാണ് ജോർജ് ടെസ്മാൻ. ജോർജ് ടെസ്മാൻ ഹെഡയുടെ ഹസ്ബൻഡാണ്. മാത്രമല്ല അദ്ദേഹം ഒരു അക്കാഡമിക് പേഴ്സണും കൂടിയാണ്. പിന്നീട് വരുന്ന ക്യാരക്ടറാണ് മിസ് ജൂലി. ഈ മിസ് ജൂലി എന്ന് പറയുന്നത് ജോർജ് ടെസ്മാൻ്റെ ഓണ്ടാണ്. അടുത്ത ക്യാരക്ടറാണ് ജഡ്ജ് ബ്രാക്ക്. ജഡ്ജ് ബ്രാക്ക് എന്ന് പറയുന്നത് ഈ ടെസ്മാൻ്റെ ഫ്രണ്ട് കൂടിയാണ്. അടുത്ത ക്യാരക്ടറാണ് ലൗബോർക്ക്. ലൗബോർക്ക് ഈ ടെസ്മാൻ്റെ ഒരു അക്കാഡമിക് റൈവൽ കൂടിയാണ്. മാത്രമല്ല ഹെഡയുടെ പ്രീവിയസ് ലവറും കൂടിയാണ്. അടുത്ത ക്യാരക്ടറാണ് മിസ്സിസ് തിയ. മിസ്സിസ് തിയ എന്ന് പറയുന്നത് ഹെഡയുടെയും ടെസ്മാൻ്റെ ഫ്രണ്ടാണ്. മാത്രമല്ല ഈ ലൗബോർക്കിൻ്റെ ഒരു കോൺഫിഡൻറ്റ് കൂടിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് മിസ്സിസ് തിയ. സോ ഇത്രയും ക്യാരക്ടേഴ്സാണ് ഈ ഒരു പ്ലേയിൽ മേജർ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. പ്ലേയുടെ സമ്മറിയിലോട്ടാണ് പോകുന്നത്. ഈ ഒരു പ്ലേ ആണെങ്കിൽ എൻ്റർലി സെറ്റ് ചെയ്തേക്കുന്നത് ടെസ്മാൻ്റെ ലീവിംഗ് റൂമിലും പിന്നെ ആണെങ്കിൽ അവിടെ അടുത്തുള്ള ഒരു കുഞ്ഞു റൂമിലുമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ടെസ്മാനും ഹെഡയും ന്യൂലി വെഡഡ് ആയിട്ടുള്ള കപ്പിൾസാണ്. അവർ 6 മാസത്തെ ഹണിമൂണിന് ശേഷം ആണെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് എത്തിയേക്കുന്ന ആൾക്കാരാണ്. ഹെഡ എന്ന് പറയുന്ന ഒരു അരിസ്റ്റോക്രാറ്റിക് ആണ് ലേഡിയാണ്. ഭയങ്കര ആണെങ്കിൽ പ്ലീസ് ചെയ്യാൻ ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ലേഡിയാണെന്ന് പറയുന്നുണ്ട്. ആക്ട് 1 ബിഗിൻ ചെയ്യുമ്പോൾ ടെസ്മാൻ ആണെങ്കിൽ ഓൺ ജൂലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കാണാം. ചോദിക്കുന്നുണ്ട് ഓൺ ജൂലി ആണെങ്കിൽ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഓൺ ജൂലി ആണെങ്കിൽ അവരുടെ വീട്ടിലോട്ട് വിസിറ്റ് ചെയ്യുകയാണ്. ഹെഡയ്ക്ക് ആണെങ്കിൽ ഈ ഓൺ ജൂലിനെ ഒന്നും ഇഷ്ടമല്ല. ശരിക്കും റൂഡായിട്ടാണ് ഈ ഓണ്ടിനോടൊക്കെ ഈ ഹെഡ ബിഹേവ് ചെയ്യുന്നത്. ടെസ്മാൻ ആണെങ്കിൽ ഹെഡേനോട് പറയുന്നുണ്ട് ഓണ്ടിനോടാണെങ്കിൽ കൈൻഡായിട്ട് ബിഹേവ് ചെയ്യണം. പക്ഷേ അതേസമയം ആണെങ്കിൽ ടെസ്മാൻ അറിയാം ഈവൻ അവനോട് പോലും ഒരു ഫീലിങ്സ് ഇല്ലാത്ത ആളാണ്. പിന്നെ എങ്ങനെ ഓണ്ടിനോട് കുറച്ച് കൈൻഡ് ആവുന്നതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഓണ്ട് ജൂലിയാണ് ടെസ്മാനെ ഇപ്പോഴും ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അതും ഈ ഒരു ഹെഡയ്ക്ക് ആണെങ്കിൽ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ആ ഒരു ടൈമിൽ തിയ ഒരു ന്യൂസുമായിട്ട് വരികയാണ്. ടെസ്മാൻ്റെ ഓൾഡ് അക്കാഡമിക് റൈവലായിട്ടുള്ള ലൗബർഗ് ആങ്കിൽ തിരിച്ച് ടൗണിലെത്തിയെന്നാണ് പറയുന്നത്. ഈ ലൗബർഗ് ആണെങ്കിൽ പണ്ട് ഭയങ്കര ഡ്രങ്കാർഡായിരുന്നു, ആൽക്കഹോളിക് ആയിരുന്നു, പിന്നീട് ഫെയിലിയർ ഒക്കെ ആയ ആളാണ്. ഇപ്പം ആണെങ്കിൽ അദ്ദേഹം റിഫോംഡ് ആയി എന്നൊക്കെ തിയ പറയുന്നുണ്ട്. ഹെഡ് ആണെങ്കിൽ ടെസ്മാനെ ആണെങ്കിൽ അവിടെ നിന്ന് ആണെങ്കിൽ പറഞ്ഞു വിടുന്നു. ആ ഒരു ടൈമിലാണെങ്കിൽ ഹെഡ് ആണെങ്കിൽ മനസ്സിലാക്കുകയാണ് തിയയ്ക്ക് ആണെങ്കിൽ പേടിയുണ്ട് ലൗബോർക്ക് ആണെങ്കിൽ പിന്നെയും ഡ്രങ്കാർഡായി മാറുമെന്ന്. അത് മാത്രമല്ല ഈ തിയ ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ പെർമിഷൻ ഇല്ലാണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളതും. സോ ഇതൊക്കെ ആണെങ്കിൽ ഹെഡ് ആണെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട്. പോകുന്നു. ആ ഒരു ടൈമിൽ ജഡ്ജ് ബ്രാക്ക് ആങ്കിൽ വരുന്നുണ്ട്. എന്നിട്ട് ജഡ്ജ് ബ്രാക്ക് ആണെങ്കിൽ ടൗണിലെ ഗോസിപ്പ് ആണെങ്കിൽ ഹെഡയുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അതായത് ലൗബോർക്ക് ഒരു സക്സസ്ഫുൾ അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല ടെസ്മാൻ്റെ യൂണിവേഴ്സിറ്റി പൊസിഷൻ എന്ന് പറഞ്ഞ ജോബ് വരെ തട്ടിയെടുക്കാൻ ലൗബോർക്കിനെ കൊണ്ട് കഴിയുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് ജഡ്ജ് ബ്രാക്ക് ആങ്കിൽ പോവുകയാണ് ചെയ്യുന്നത്. ആക്ട് 1 എൻഡ് ചെയ്യാണ്. ആക്ട് 2 സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ ബ്രാക്ക് ആങ്കിൽ അവിടെ എത്തുന്നുണ്ട്. ആ ഒരു ടൈമിൽ ബ്രാക്ക് കാണുന്നത് ഹെഡ് ആങ്കിൽ ഹെഡയുടെ പിസ്റ്റലുമായിട്ട് ബോറടിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ആ ഒരു ടൈമിലാണെങ്കിൽ ഹെഡ് ആങ്കിൽ ബ്രാക്കിനോട് പറയുന്നുണ്ട് നമുക്കൊരു പേഴ്സണൽ ബോണ്ട് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല ഹെഡ് ആങ്കി ഈ ബ്രാക്കിനോട് പിന്നെ പറയുന്നുണ്ട് അവരുടെ ആങ്കി ഈ ഹണിമൂൺ എന്ന് പറയുന്നത് വളരെ ബോറിംഗ് ആയിരുന്നു. എനിക്ക് അതായത് ഹെഡയ്ക്ക് ടെസ്മാനോട് ഒരു ഫീലിങ്സും തോന്നിയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ ടെസ്മാൻ ആങ്കി ഹെഡയ്ക്ക് വേണ്ടിയിട്ട് ഒരു വലിയൊരു വീടൊക്കെ മേടിച്ചായിരുന്നു. പക്ഷെ അവൾ പറയുന്നുണ്ട് ഹെഡയ്ക്ക് ആങ്കി ആ ഒരു വീടൊന്നും ഇഷ്ടമല്ല. പിന്നെ ഈ ടെസ്മാൻ്റെ നിർബന്ധപ്രകാരം മാത്രമാണ് അവിടെ ഞാൻ താമസിക്കാനാങ്കി ഡിസൈഡ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. ആണെങ്കിൽ തിരിച്ചു വരുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഇവരാണെങ്കിൽ ഇവരുടെ ടോക്ക് ആണെങ്കിൽ ടേൺ ചെയ്യാണ്. സ്റ്റാഗ് പാർട്ടിനെ പറ്റിയാണ് പിന്നെ ആണെങ്കിൽ ഇവർ സംസാരിക്കുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ടെസ്മാനും ബ്രാക്കും തമ്മിലാണെങ്കിൽ ഒരു റൂമിലിരുന്നാണെങ്കിൽ ഡ്രിങ്ക് ചെയ്യുന്നതാണ് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഇടയിലാണെങ്കിൽ ഈ ലൗബോർക്ക് ആണെങ്കിൽ ഹെഡനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ലൗബോർക്ക് വന്നു എന്നറിഞ്ഞ് തിയ ആങ്കിൽ വരുന്നുണ്ട്. ആണെങ്കിൽ ഇവിടെ ശരിക്കും ഒരു കളി കളിക്കുകയാണ്. അതായത് ഈ ലൗബോർക്കിനെ തീയനെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു മാനിപ്പുലേറ്റർ ആവുകയാണ് ചെയ്യുന്നത്. അതായത് ലൗബോർക്കിനോട് പറയുന്നുണ്ട് ഹെഡ തീയക്കാണെങ്കിൽ നീ പഴയ പോലെ ആണെങ്കിൽ ഡ്രങ്ക് ചെയ്യുമെന്ന് ഭയങ്കര പേടിയാന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ ലൗബോർക്ക് ഡിസൈഡ് ചെയ്യുക എന്നാൽ ഞാൻ ഡ്രിങ്ക് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്യും. അങ്ങനെ ഈ ഒരു ടെസ്മാൻ്റെയും ബ്രാക്കിൻ്റെ കൂടെ ആണെങ്കിൽ ജോയിൻ ചെയ്യുന്ന കാണാം.
ഇത് കാണുമ്പോഴത്തേന് തീയയ്ക്ക് നല്ല രീതിയിൽ വിഷമം വരുന്നുണ്ട്. പക്ഷേ ഈ ലവ് ബോർഗ് എനിക്ക് പ്രോമിസ് ചെയ്യുന്നുണ്ട്, ഞാൻ എനിക്ക് വേഗം തന്നെ തിരിച്ചു വരും, എന്നിട്ട് എനിക്ക് വീട്ടിൽ കൊണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ആക്ട് 3 ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രഭാതത്തിന് തൊട്ട് മുന്നെയാണ്. ആ ഒരു ടൈമിലാണെങ്കിൽ തീയ ആണെങ്കിൽ ലവ് ബോർക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹെഡ് ആണെങ്കിൽ കൗച്ചി കിടന്നുറങ്ങുന്നുണ്ട്. പെട്ടെന്നാണെങ്കിൽ ഹെഡ് എഴുന്നേറ്റിട്ട് തീയനോട് പറയുന്നുണ്ട്, എൻ്റെ ബെഡിൽ പോയി കിടന്നുറങ്ങാൻ പറയുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ടെസ്മാൻ ആണെങ്കിൽ വന്നിട്ടാണെങ്കിൽ ഹെഡേനോട് പറയാണ് ലവ് ബോർഗിൻ്റെ മാനുസ്ക്രിപ്റ്റ് ആണെങ്കിൽ എനിക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ ലവ് ബോർഗ് ആണെങ്കിൽ നല്ല രീതിയിൽ കുടിച്ചുകൊണ്ട് ഈ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ ഈ ഒരു മാനുസ്ക്രിപ്റ്റ് ആങ്കിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് പോയത്. അങ്ങനെയാണ് ടെസ്മാൻ ആങ്കിൽ ഈ ഒരു മാനുസ്ക്രിപ്റ്റ് ആങ്കിൽ എടുത്തു വെച്ചത്. എന്നിട്ടാണെങ്കിൽ ടെസ്മാൻ പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു മാനുസ്ക്രിപ്റ്റ് ആങ്കിൽ ലവ് ബോർഗിനാണെങ്കിൽ തിരിച്ചു കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് ടെസ്മാൻ്റെ ഓൺഡായിട്ടുള്ള റൈനയുടെ ഒരു ഡൈയിങ് കോൾ ആങ്കിൽ വരുന്നത്. പിന്നീടാണെങ്കിൽ ബ്രാക്ക് വരുന്നുണ്ട്. എന്നിട്ട് ബ്രാക്ക് പറയുന്നുണ്ട്, ഇത് കുറേ ട്രബിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബ്രാക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ലവ് ബോർഗ് ആണെങ്കിൽ തീയനോട് പറയുന്നുണ്ട്, ആ ഒരു മാനുസ്ക്രിപ്റ്റ് ലവ് ബോർഗ് ആണെങ്കിൽ ഡിസ്ട്രോയ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ആണെങ്കിൽ ഈ ഒരു ലവ് ബോർഗ് ഹെഡേനോട് കൺഫസ് ചെയ്യുകയാണ്, ഈ ഒരു മാനുസ്ക്രിപ്റ്റ് ആണെങ്കിൽ ഞാൻ ഡിസ്ട്രോയ് ചെയ്തതല്ല, എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ലവ് ബോർഗ് പറയുന്നുണ്ട്, എനിക്ക് എന്നെ തന്നെ കൊല്ലാൻ തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയൊക്കെ കേട്ടിട്ട് ഹെഡ് ആണെങ്കിൽ പറയുന്നില്ല ഹെഡയുടെ കയ്യിലാണെങ്കിൽ ആ ഒരു മാനുസ്ക്രിപ്റ്റ് ഉള്ള കാര്യം. അതിന് പകരം ഹെഡയുടെ കയ്യിലുള്ള ഒരു പിസ്റ്റൽ കൊടുത്തിട്ട് വിഷ് ചെയ്യാണ് അവനോട്, ഒരു ബ്യൂട്ടിഫുൾ ഡെത്ത് ഞാൻ വിഷ് ചെയ്യുന്നെന്ന് പറയാണ്. അങ്ങനെ ലവ് ബോർഗ് ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. ആ ഒരു ടൈമിൽ ഹെഡ് ആണെങ്കിൽ ഈ ഒരു മാനുസ്ക്രിപ്റ്റ് ആണെങ്കിൽ കത്തിച്ച് കളയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഒരു മാനുസ്ക്രിപ്റ്റ് ആണെങ്കിൽ അവരുടെ ചൈൽഡാണ്, അതായത് ഹെഡയുടെ അല്ല സോറി ലവ് ബോർഗിൻ്റെ തീയയുടെ കുട്ടിയെന്ന് പറഞ്ഞാണ് ഈ ഒരു മാനുസ്ക്രിപ്റ്റ് ആണെങ്കിൽ ഹെഡ് കത്തിച്ച് കളയുന്നത്. ആക്ട് 4 ആണെങ്കിൽ ബിഗിൻ ചെയ്യുമ്പം ഈ ഒരു ലിവിങ് റൂം എന്ന് പറയുന്നത് മൊത്തത്തിൽ ഇരുട്ടാണ്. ആ ഒരു ടൈമിലാണെങ്കിൽ എല്ലാവരും ഒരു കറുത്ത കളറുള്ള ഡ്രസ്സാണ് വെയർ ചെയ്തേക്കുന്നത്. അത് മോർണിംഗിൻ്റെ ഒരു സൈനായിട്ടാണ് നമുക്ക് കൂട്ടാൻ പറ്റും. നമുക്ക് മനസ്സിലായി ഈ ഒരു ഓണ്ടായിട്ടുള്ള റൈന ആണെങ്കിൽ മരിച്ചു പോയെന്ന്. ആ ഒരു ടൈമിൽ ഓണ്ടായിട്ടുള്ള ജൂലി ആണെങ്കിൽ അറൈവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ മരണത്തിൻ്റെ ഇതെല്ലാം പങ്കെടുത്തിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. തീയ പറയുന്നുണ്ട് ലവ് ബോർഗ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന്. കുറച്ച് കഴിയുമ്പോൾ തന്നെ ബ്രാക്ക് പറയാണ് ഈ ലവ് ബോർഗ് ആണെങ്കിൽ മരിച്ചു എന്ന് പറയാണ്. ആ ഒരു ടൈമിൽ പിന്നെ ആണെങ്കിൽ ബ്രാക്ക് ആണെങ്കിൽ പറയുന്നുണ്ട്, ഈ ചെസ്റ്റിലാണെങ്കിൽ ഈ വെടിവെച്ചാണ് ലവ് ബോർഗ് മരിച്ചതെന്ന് പറയുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ടെസ്മാനും തീയയും കൂടെ ലവ് ബോർഗിൻ്റെ മറ്റേ ചെയ്ത ഒരു മാനുസ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, അതെങ്കിൽ ഒന്നുകൂടെ അവരെങ്ങനെയും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഡെത്തിനെ ഹോണർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്രാക്ക് ആണെങ്കിൽ ഹെഡേനോട് പറയുന്നുണ്ട്, ഈ ഹെഡ് കൊടുത്ത പിസ്റ്റൽ വഴിയാണ് ലവ് ബോർഗ് മരിച്ചതെന്ന് പറയുന്നുണ്ട്. പിന്നീടാണെങ്കിൽ ഈ ഹെഡ് ആണെങ്കിൽ റൂമിലോട്ട് പോയിട്ട് പിയാനോ ഒക്കെ വായിക്കുന്ന കാണാം. എന്നിട്ട് സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്ത് മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു പ്ലേ എൻഡ് ചെയ്യുന്നത്. ഈ ഒരു പ്ലേയുടെ തീംസിലോട്ട് പോകുമ്പം ഫസ്റ്റ് തീമായിട്ട് വരുന്നതാണ് ട്രാജഡി. അതായത് ഫുള്ളി ട്രാജിക് എലമെൻറ്റ്സ് ആണ് ഈ ഒരു പ്ലേയിൽ നടക്കുന്നത്. ഈവൻ ലവ് ബോർഗിൻ്റെ ആവട്ടെ ഹെഡയുടെ ആവട്ടെ അതൊക്കെ നമുക്ക് ഇതിൽ എഴുതാൻ പറ്റും. രണ്ടാമത്തെ തീമായിട്ട് വരുന്നതാണ് മാനിപ്പുലേഷൻ. അതായത് ഹെഡ് നല്ലൊരു മാനിപ്പുലേറ്ററാണ്. അതായത് തീയനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, ലവ് ബോർഗിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, ഈവൻ സ്വന്തം ഹസ്ബൻഡിനെ വരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. പിന്നെ വരുന്ന തീമാണ് വിമൻ ആൻഡ് ഫെമിനിറ്റി. അതായത് ഹെഡ് ആണെങ്കിൽ 30ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. അത് കല്യാണം കഴിക്കണമല്ലോ എന്ന് വെച്ച് കല്യാണം കഴിക്കുന്നതാണ്. ആ ഒരു സൊസൈറ്റിയുടെ പ്രഷറൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ ഒരു തീമിൽ വരുന്നത്. പിന്നെ വരുന്ന തീംസാണ് ജലസ്, സെക്ഷുവാലിറ്റി, ബ്യൂട്ടി, പാട്രിയാർക്കി എങ്ങനെയാണ് വരുന്നത്? അതായത് ഹെഡയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു ഹൗസ് ആണെങ്കിൽ ഹെഡയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഹെഡ് പറയുന്നുണ്ട്, എനിക്ക് ആ ഒരു വീട് ഇഷ്ടമല്ല, പക്ഷേ ഹസ്ബൻഡിൻ്റെ ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു വീട്ടിൽ താമസിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു പാട്രിയാർക്കി അല്ലെങ്കിൽ ഒരു ഡൊമിനൻസ് അവിടെ കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ആ ഒരു തീം എഴുതാൻ പറ്റും. ഇതാണ് ഈ ഒരു പ്ലേയുടെ കുഞ്ഞു സമ്മറി. വീഡിയോ യൂസ്ഫുൾ ആയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.